എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. എല്ലാവർക്കും അറിയാം, മകരസംക്രാന്തിയാണ്. മുപ്പെട്ട് ചൊവ്വയാണ്, അതായത് മകരച്ചൊവ്വയാണ് ഇന്ന്. അതുപോലെ തന്നെ തൈപ്പൊങ്കൽ ദിവസം കൂടിയാണ്. ഉത്തരായന പുണ്യകാലം ആരംഭിക്കുന്ന ദിവസം കൂടിയാണ്. ഇത്രയധികം പ്രത്യേകതകളുള്ള ഈ ദിവസം നമ്മൾ ഇന്ന് യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ വരുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് ആണ് ടാരോട്ട് കാർഡ് റീഡിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം നന്നായി മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം യെസ് ഓർ നോ എന്നറിയാനുള്ള ആ ചോദ്യത്തിനെ മനസ്സിൽ നന്നായി കൊണ്ടുവന്നതിന് ശേഷം ആ ചോദ്യത്തെക്കുറിച്ച് നന്നായി ചിന്തിച്ചതിന് ശേഷം തന്നിട്ടുള്ള നമ്പറുകൾ 1 മുതൽ 6 വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓരോ നമ്പറിൻ്റെയും ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫലങ്ങളിലേക്ക് പോകാം. കാർഡ് നമ്പർ 1 അല്ലെങ്കിൽ ഒന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാർഡ് വന്നിട്ടുള്ളത് ദി വേൾഡ് ആണ്. ദി വേൾഡ് വന്നത് ഇവിടെ ഒരു നോ എന്ന ആൻസറുമായിട്ടാണ്. നിങ്ങൾ ചിന്തിച്ച ക്വസ്റ്റ്യന് ഇത് വേൾഡ് കാർഡ് ഇവിടെ കാണിക്കുന്നത് നോ എന്ന ആൻസറാണ്. വേൾഡ് കാർഡിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ നിന്നുള്ള ഒരു വിച്ഛേദം ആണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് പോവാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അത് ഒരു കാര്യക്ഷമമായ പ്രവൃത്തിയാണ് എന്ന് കാണിക്കുന്നില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം നേടാനുള്ള ഒരു കാര്യക്ഷമമായ പ്രവൃത്തിയായി അതിനെ കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ സ്വയം പ്രകൃതിയുടെ കയ്യിലെ ഒരു ഉപകരണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാഹചര്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. സാഹചര്യം നിങ്ങളെക്കൊണ്ട് മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ നിങ്ങളുടെ സ്ഥാനം തിരിച്ചറിയുന്നതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള ശക്തി ലഭിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് രണ്ടാമത്തെ കാർഡ് വന്നിട്ടുള്ളത് ദി എംപ്രസ് ആണ്. അതായത് സിംഹാസനസ്ഥയായ ഒരു ചക്രവർത്തിനിയുടെ രൂപമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു യെസ് കാർഡാണ് എന്ന് പറയാം. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് യെസ് ആണ്. അതായത് അതെ അല്ലെങ്കിൽ യെസ് എന്നുള്ള ആൻസറാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങൾ നിങ്ങൾക്കൊരു ഫലം കൊണ്ടുവരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ മുമ്പെടുത്തിട്ടുള്ള കഠിനാധ്വാനങ്ങളും പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രതിഫലത്തിൻ്റെ അടയാളങ്ങൾ, നല്ല ഒരു പ്രതിഫലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുക്കൽ വരുന്ന എല്ലാത്തിനെയും അർഹമായതിനാൽ നിങ്ങളുടെ അടുക്കൽ വരുന്ന എല്ലാത്തിനും നിങ്ങൾ അർഹനായതിനാൽ നിങ്ങൾക്ക് സംതൃപ്തിയും പുഞ്ചിരിയും നിലനിൽക്കും എന്നാണ് പറയുന്നത്. അതായത് കാർഡിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സിംഹാസനത്തിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. സൗന്ദര്യവും ശക്തിയും ജ്ഞാനവും എല്ലാം കൊണ്ടും നല്ല ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇനി കാർഡ് നമ്പർ 3 തിരഞ്ഞെടുത്തവർക്ക് കാർഡ് നമ്പർ 3യിൽ ദി ഫൂൾ ആണ് വന്നിട്ടുള്ളത്. ഇത് ഒരു നോ കാർഡാണ്. ആൻസർ നോ എന്ന് തന്നെയാണ്. ഫൂളാണ് വന്നിട്ടുള്ളത്. ഫൂൾ എന്താണ്? ഇതിൽ കാണിച്ചിരിക്കുന്നതനുസരിച്ച് താനൊരു പാറയുടെ അരികിൽ നിന്നിട്ടാണ് നൃത്തം വയ്ക്കുന്നത് അല്ലെങ്കിൽ ചിരിക്കുന്നത് എന്ന് സ്വയം അവർ വിഡ്ഢിയാവുകയാണ്. അവരത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇത് പറയുന്നത്. അതായത് സാഹചര്യം തിരിച്ചറിയാതെ അല്ലെങ്കിൽ അപകടങ്ങളെ തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം.
അതായത് വേറൊരാളുടെ ഒരു നല്ല ഉപദേശത്തെ നിങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് പരാജയപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആവശ്യമില്ലാത്ത ഒരു ശുഭാപ്തി വിശ്വാസം, അല്ലേ, ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയും, അല്ലേ, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ട് മുമ്പിൽ, അതുകൊണ്ട് തന്നെ തടസ്സങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപകടം ഒഴിവാക്കാൻ കഴിയും, പക്ഷേ അതിന് കുറച്ച് താമസം കാണുന്നുണ്ട്. ഇനി കാർഡ് നമ്പർ 4 തിരഞ്ഞെടുത്തവർക്ക്, 4ാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതും ഒരു നോ കാർഡ് തന്നെയാണ്. നോ ആണ് ആൻസർ. ഇത് ഒരു നെഗറ്റീവ് അവസ്ഥയിലുള്ള ടെമ്പറൻസ് കാർഡാണ് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുമെന്ന ഒരു തെറ്റായ വിശ്വാസമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് അച്ചടക്കത്തോടെയുള്ള നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായ തിരിച്ചടികൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും എല്ലാം ഏറ്റവും ഉയർന്ന അഭിലാഷങ്ങളുമായി ഏറ്റവും ഉയർച്ചയിലേക്ക് പോകാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമേ, അതായത് ഏറ്റവും ഉയർന്ന അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ വിശ്വാസം നിങ്ങൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ പുരോഗതിയെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അതായത് പ്രവർത്തനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇനി 5ാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് വന്നിട്ടുള്ളത് സ്ട്രെങ്ത് ആണ്. ഇതും ഒരു നോ കാർഡ് തന്നെയാണ്. നോ ആണ് ആൻസർ. ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവാനുള്ള നിങ്ങളുടെ പ്രവണതയെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുക അല്ലെങ്കിൽ അവരുമായി സഹകരിക്കാതിരിക്കാനൊക്കെയുള്ള ഒരു തരത്തിലുള്ള പ്രവണത നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി അഡാപ്റ്റബിൾ ആവുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വഴക്കമുള്ള, എന്താ പറയുക, സിറ്റുവേഷൻസുമായി കുറച്ചുകൂടി ഇഴുകിച്ചേരാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണം, ഫ്ലെക്സിബിൾ ആവാനാണ് പറയുന്നത്. ഇനി 6ാമത്തെ കാർഡ് എടുത്തവർക്ക്, 6ാമത്തെ കാർഡ് പോപ്പാണ് വന്നിട്ടുള്ളത്. ഇതൊരു യെസ് കാർഡാണ്. യെസ് ആണ് ഇതിൻ്റെ ആൻസർ. ഈ കാർഡ് കാണിക്കുന്നത് മറിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ ആണ് ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഹിഡൻ വിസ്ഡം, അല്ലേ, ഹിഡൻ എക്സ്പ്ലനേഷൻ, വിശദീകരണം, അതിനെയൊക്കെയാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള എബിലിറ്റി, അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പൂവണികയും അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലേക്ക്, നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് അത് നിങ്ങളിൽ തന്നെ കാണാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ശക്തമായ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു സ്ട്രോങ് ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഓറ അത് വലുതാവുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള സ്പിരിച്വലി ആണെങ്കിലും ഏത് രീതിയിൽ എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആ പ്രഭാവലയം അത് മറ്റുള്ളവരോട് മനസ്സിലാക്കുന്നു. നിങ്ങൾ ഗ്രോ ചെയ്യുന്നു, നിങ്ങൾ വെളിച്ചത്തെ കാണുന്നു, ആ വെളിച്ചം നിങ്ങളിലുണ്ടെന്ന് മറ്റുള്ളവരും മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള ഒരു വളർച്ചയെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും റെസൊണേറ്റ് ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.